ഈ മനോഹരമായുള്ള രാത്രിയിലായിട്ട് നന്ദിയോടെ സ്തോത്രം. സൂര്യൻ അസ്തമിക്കുകയും രാത്രിയുടെ യാമത്തിലെ കടകളെ കഥാവ് കൊണ്ടുവരികയും ചെയ്തതിനായി സ്തോത്രം. നീതിയും സൂര്യനായിരിക്കുന്ന കഥാവായ യേശു ക്രിസ്തു ഞങ്ങളുടെ മധ്യത്തിൽ ഇന്ന് രാത്രിയിൽ ഉള്ളതിനായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ വാഗ്ദത്ത പ്രകാരം നല്ല ദൈവമായി 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടിയെടുത്തൊക്കെയും കർത്താവ് അവരുടെ നടുവിലുണ്ട് എന്നുള്ളത് അവിടുത്തെ വാഗ്ദത്തമാകയാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവ് ഉള്ളതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങൾ നിന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതം ദൈവത്തോട് ചേർന്ന് ചെലവഴിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിലായിരിക്കുന്ന കർത്താവിനെ മാത്രം ഇന്ന് രാത്രിയിൽ കാണുവാൻ, കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ ഞങ്ങളോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിയന്റെ നാമോട് കർത്താവോട് ഇരിക്കണമേ. ഞങ്ങൾ കേൾക്കേണ്ടത് മാത്രം കേൾക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കാനുള്ള കൃപ അവിടുത്തെ പ്രാഗൽഭ്യം പെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതായത് ഇന്ന് രാത്രിയിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം ഉയരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ മനോഹാരിതയും മഹത്വവും കാണുവാൻ മോശ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചപ്പോൾ അവനെ കർത്താവ് പാറയുടെ ഉള്ളിലാക്കി അവനെ കർത്താവ് നിന്റെ കരം കൊണ്ട് മറച്ച് കർത്താവ് അവനെ പരിപാലിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവെ അവിടുത്തെ മഹത്വം മാത്രം ജനങ്ങൾ കാണുവാൻ അടിനെ കർത്താവ് യേശു ക്രിസ്തു ആകുന്ന പാറയുടെ വിള്ളിൽ നിർത്തിക്കൊണ്ട് കർത്താവെ അവിടുത്തെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. സകല കണ്ണും ഇന്ന് രാത്രിയിൽ കർത്താവിലേക്ക് മാത്രം ഉയരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെ കർത്താവ് നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ ചിന്തകളും അവിടെ പ്രസാദകരമായിരിക്കാൻ സഹായിക്കണമേ. ഇടവകയെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇടവകയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥിക്കുന്ന കർത്താവെ അവിടെ എത്രത്തോളം നല്ലവരായിട്ടുള്ള നല്ല കർത്താവെ പ്രിയാസനെ കുടുംബത്തോട് പ്രാർത്ഥിക്കുന്നു. ഇടവക ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ ആവശ്യമുള്ള കടമകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഈ നിലയിൽ കൂടിവരവ് സമ്മാനിച്ചുകൊണ്ട് സ്തോത്രം. അല്പസമയം കർത്താവിനെ സന്നിധിക്കട്ടെ. ഇവിടെ വളരെ സംസാരിക്കണമേ. ആവശ്യമായ സ്വർഗീയ ആലോചന, സ്വർഗീയ ദൂത് ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇടവകളൊക്കെ ക്ഷമിക്കണമേ. പ്രാർത്ഥനയാണ് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകി തന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന പ്രത്യേകമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ദ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തെ ആധാരമാക്കിയാണ് നമ്മുടെ പഠനങ്ങൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഒരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് നയിച്ചത് എന്നുള്ളത് ഞാൻ പറയുകയുണ്ടായി. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മളെ വിജയകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വിജയകരമായ ജീവിതത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അനുഭവിക്കുവാൻ സാധിക്കും. ഈ വക ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നു. അതിന് ആധാരമായി എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 8. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർഎവർ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കിന്ന് രാത്രിയിൽ ചിന്തിക്കുവാനായിട്ട് പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് ഹൂ ഈസ് ജീസസ് ഇൻ അവർ ലൈഫ്? ഹൂ ഈസ് ജീസസ് ഇൻ യുവർ ലൈഫ്? അതൊരു വ്യക്തിപരമായ ചോദ്യമായിരിക്കട്ടെ ഇന്ന് രാത്രിയിൽ. യേശു ക്രിസ്തു നമുക്ക് ആരാണ്? യേശു ക്രിസ്തു ആരാണ് എന്നുള്ളതിന് വ്യക്തിപരമായും വ്യക്തമായിട്ടും ധാരാളം ഉത്തരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 15. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 15. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? Who do you say that I am? ഞാൻ ആരാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യം അപ്പോസ്തലനായ പത്രോസ് മുൻകൈ എടുത്തുകൊണ്ട് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. Simon Peter said, "You are the Christ,
the Son of the living God. യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ വ്യത്യസ്തമായ ചോദ്യങ്ങളും വ്യത്യസ്തമായ ഉത്തരങ്ങളും ഇന്നുമുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോകത്തിലേക്ക് കണ്ണോടിച്ച് നോക്കുമ്പോൾ യേശുക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും വ്യക്തിപരമായി പല ഉത്തരങ്ങൾ പറയുവാൻ സാധിക്കും. ക്രിസ്ത്യാനികളായ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? വിശ്വാസ പ്രമാണം പാലിച്ചുകൊണ്ട് നമ്മൾ പറയും യേശുക്രിസ്തു രാജാവാണ്, കർത്താവാണ്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയും. ഹൈന്ദവരോട് ചോദിക്കുകയാണ് യേശുക്രിസ്തു നിങ്ങൾക്കാരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും യേശുക്രിസ്തു അവതാരങ്ങളിൽ ഒന്നാണ്. മുസ്ലിങ്ങളോട് ചോദിച്ചാൽ അവർ പറയും യേശുക്രിസ്തു മുഹമ്മദ് നബിയെ പോലെ ഒരു നബിയാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കാം. ഒരു ഹിസ്റ്റോറിയനായിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചാൽ പറയും അവൻ കാലത്തെ രണ്ടായി വിഭാഗിച്ച ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിലൂടെയാണ് കാലം രണ്ടായിട്ട് വിഭാഗിക്കപ്പെടുന്നത്. BC എന്നും AD എന്നും രണ്ടായി വിഭാഗിക്കുന്നത് യേശുക്രിസ്തുവിനെ കൂടെ. അപ്പോൾ യേശുക്രിസ്തു കാലങ്ങളെ രണ്ടായിട്ട് മാറ്റിയവരാണ് എന്ന് ചിലർ പറഞ്ഞേക്കാം. അതുപോലെ മറ്റു പല ആളുകൾ ചോദിക്കുകയാണ് യേശുക്രിസ്തു ആരാണ്? വ്യത്യസ്തമായ ഉത്തരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഇന്ന് യേശുക്രിസ്തുവിനെ എങ്ങനെ അറിയുവാൻ സാധിക്കും? യേശുക്രിസ്തു നമുക്ക് ആരാണ്? യേശുക്രിസ്തു എന്ന വ്യക്തിയുടെ പ്രാധാന്യം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ 2 Timothy chapter 2 verse 8 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും he is the gospel. യേശുക്രിസ്തുവാണ് യഥാർത്ഥ സുവിശേഷം. സുവിശേഷം എന്ന് പറയുമ്പോൾ കേവലം ചില ഗുഡ് ന്യൂസ് അല്ല, ഇനിയോ ഗോസ്പൽ എന്ന് പറയുന്നത് is a real person. യേശുക്രിസ്തു ഒരു യാഥാർത്ഥ്യമുള്ള യഥാർത്ഥ വ്യക്തിയാണ് എന്ന് വ്യക്തമായിട്ട് പൗലോസ് പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ യേശുക്രിസ്തുവിന് പല അറിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിനെ കുറിച്ച് പല ഉത്തരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ ചുരുക്കമായിട്ട് യേശുക്രിസ്തു ആരാണ് എന്ന് പഠിക്കുവാനായിട്ട് പോവുകയാണ്. യേശുക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ വാക്യത്തിൽ പറയുന്നു അവൻ വലിയവനാണ്. അവൻ വലിയവനാണെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ഇന്നലെയുള്ളവനാണ്, അവൻ ഇന്നുള്ളവനാണ്, നാളെയും ഉള്ളവനാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോറെവർ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്നു എന്ന് പറയുന്നു. കാരണം എന്താണെന്നറിയാമോ? ഹി ഈസ് ആൻ അൺചേഞ്ചിങ് ഗോഡ്. അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. മാറ്റമില്ലാത്ത ദൈവത്തെ അനുഭവിച്ചതായിട്ടുള്ള പൗലോസ് പറയുകയാണ് അവൻ മാറ്റമില്ലാത്ത ദൈവമായി ഇന്നും ഉണ്ട് എന്ന് പറയുവാൻ സാധിക്കും. അവിടെ നോക്കണം, ജീവ ആരംഭവും ജീവ അവസാനവുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ നോക്കണമേ, യേശുക്രിസ്തുവാണ് ശരിക്കും പറഞ്ഞാൽ ജീവന്റെ ആരംഭം. നമ്മളതാണല്ലോ ചിന്തിക്കുന്നത്. യേശുക്രിസ്തുവാണ് ജീവിതത്തിന്റെ ജീവന്റെ ആരംഭം. അതാണ് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് അവൻ പൂർണ്ണമായിട്ടുള്ള പറയുന്നത് അവനിലാണ് അവന്റെ ജീവാരംഭം കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവന്റെ ആരംഭം യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പറയുന്നത് the life of Jesus Christ in you. യേശുക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്നതിന് കാരണം അറിയാമോ? യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ് നമ്മിൽ വസിക്കുമ്പോൾ അവന്റെ ജീവൻ നമ്മിൽ ഉണ്ടാകുകയാണ്. ആ ജീവൻ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യേശുക്രിസ്തു ആരാണ് എന്ന് ഉൾക്കൊള്ളുവാൻ സാധിക്കത്തുള്ളൂ. യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ John chapter 1 verse 1 നമ്മൾ വായിക്കുന്നുണ്ട് in the beginning God എന്ന് നമ്മൾ വായിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. യേശുക്രിസ്തു ദൈവമാണെന്നും യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും വളരെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു യേശുക്രിസ്തു സത്യ ദൈവവും നിത്യ ജീവനുമാണ്. യേശുക്രിസ്തു സത്യ ദൈവവും നിത്യജീവനുമാണ് എന്ന് 1 John chapter 5 verse 20 നമ്മൾ വായിക്കുന്നു. ഞാൻ പറഞ്ഞ താല്പര്യം, യേശുക്രിസ്തു ഇന്നലെയുള്ളവനാണ്, അവൻ ഇന്നുള്ളവനാണ്, നാളെയും ഉള്ളവനാണ്. അവനൊരു മാറ്റവും വരുന്നില്ല. മാറ്റം വരാത്ത ആ യേശുക്രിസ്തുവാണ് നമ്മിൽ ജീവിക്കുന്നത്. He is living in us. യേശുക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. ലോകം മാറിപ്പോകും, ലോകത്തിലുള്ളത് മാറിപ്പോകും, ലോകത്തിൽ ഉള്ളവർ മാറിപ്പോകും. പക്ഷേ മാറ്റമില്ലാത്തവരുണ്ട്. അവൻ കർത്താവായ
the eternal God. യേശുക്രിസ്തു നിത്യനായ ദൈവമാണ്. അതാണ് പറയുന്നത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, നീയോ അനന്യൻ, നീയോ അനന്യൻ, നിനക്ക് മാറ്റമില്ല. You are the unchanging God. യേശുക്രിസ്തുവിനെ പറയുകയാണ്, നിനക്കൊരു മാറ്റവുമില്ല. ഞാൻ പറയട്ടെ, ആദിയും അന്തവുമില്ലാത്തവൻ, അല്ലെങ്കിൽ ആരംഭവും അവസാനവുമില്ലാത്തവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അവനാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആ കർത്താവിനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തു എല്ലാറ്റിന്റെയും ആരംഭവും അവസാനവും. രണ്ടാമത് വായിക്കുന്നുണ്ട് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, Hebrews chapter 1 verse 2 and 10 വാക്യം 10 വായിക്കുമ്പോൾ രണ്ട് വാക്യങ്ങൾ പറയുന്നുണ്ട്, അവൻ സകലത്തിന്റെയും ആരംഭകാരനാണ്. He is the creating God. അവൻ ആരംഭകാരനാണ് എന്ന് പറയുക. അപ്പോൾ പറയുകയാണ് ആദിയും അന്തമില്ലാത്തവനാണ് യേശുക്രിസ്തു. രണ്ട് അവിടെ പറയുന്നുണ്ട്, അവൻ ആരംഭകാരനാണ്. Jesus is created everything. യേശുക്രിസ്തു സകലതും ഉണ്ടാക്കി. വായിക്കുന്നുണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അവൻ മുഖാന്തരം ലോകത്തെ അവൻ ഉണ്ടാക്കി. Through whom also he made the worlds എന്ന് വായിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ സകലത്തെയും ദൈവം ഉണ്ടാക്കി എന്ന് വെച്ചാൽ യേശുക്രിസ്തു ആരംഭകാരനാണ്. ലോകത്തിന് കാരണം, എല്ലാത്തിനും കാരണം, ഉൽപ്പത്തി സ്ഥാനം കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് പറയുന്നത് സകലത്തെയും അവൻ ഉണ്ടാക്കി, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ യേശുക്രിസ്തു. വായിക്കുന്നത് എങ്ങനെയാണ്? All things were made through him and without him nothing was made that was made his government എന്ന് വായിക്കുന്നു. അതുകൊണ്ട് അവിടെ കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ സകലത്തെയും അവൻ നിർമ്മിച്ചിരിക്കുകയാണ്. നമുക്കറിയാം US ഗവൺമെന്റ് ചില നാളുകൾക്ക് മുമ്പ് $400 million ഉൽപ്പത്തിയെ കുറിച്ച് പഠിക്കുവാനായിട്ട് ചെലവഴിച്ചത്. ബിഗിനിങ് ഓഫ് ലൈഫ്, ജീവന്റെ ആരംഭത്തെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി US ഗവൺമെന്റ് ചെലവഴിച്ചത് $400 million. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, വേദപുസ്തകം പഠിപ്പിക്കുന്നു യേശുക്രിസ്തുവാണ് സകലത്തിന്റെയും ആരംഭം. പല തിയറീസ് നമ്മൾ പറയാറുണ്ട്, പല തിയറീസിനെ പല ആളുകൾ വിശ്വസിക്കും. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തുവാണ് സകലത്തെയും ഉണ്ടാക്കിയെന്ന് പറയുന്നു. കാരണം എന്താ അറിയാമോ? അവൻ സൃഷ്ടാവായ ദൈവമാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. എല്ലാറ്റിന്റെയും ആരംഭം കുറിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണെന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു ആരംഭവും അവസാനവും ഇല്ലാത്തവനാണ്. രണ്ട്, ഞാൻ പറഞ്ഞത് അവൻ ആരംഭകാരനാണ്, സകലത്തിന്റെയും ആരംഭകാരനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. മൂന്നാമത് വായിക്കുന്നത് അതിന്റെ എബ്രായ ലേഖനം തന്നെ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ Hebrews chapter 1 verse 1 and 2 അവിടെ പറയുന്നുണ്ട്, അവന് അരുളപ്പാട് അറിയിക്കുന്നവനാണ്. കർത്താവായ യേശുക്രിസ്തു അരുളപ്പാട് അറിയിക്കുന്നവനാണ്. അവിടെ വായിക്കുന്നുണ്ട്, ആദിയിൽ പിതാക്കന്മാരോട് കർത്താവായ യേശു ദൈവമായ കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തു എന്ന പുത്രനിലൂടെ അവൻ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. Now he is speaking to us. യേശുക്രിസ്തു നമ്മോട് സംസാരിക്കുന്നു. അതാണ് പറയുന്നത്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സകലത്തെയും അവൻ നമ്മോട് അറിയിച്ചിരിക്കുന്നു. അതാണ് പറയുന്നത്, the last days spoken to us by his only son Jesus Christ. യേശുക്രിസ്തുവിനോടുകൂടെ അവൻ നമ്മോട് സംസാരിച്ചിരിക്കുക. അതാ പറയുന്നത്, ദൈവം തന്നെ നമ്മോട് സംസാരിച്ചു. പഴയ കാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരോട് സംസാരിച്ചു. എന്നാൽ ഇന്ന് ദൈവം നമ്മോട് കൃത്യമായി സംസാരിക്കുന്ന ദൈവമാണ്. അവിടെ പറയുന്നത് യോഹന്നാൻ 1:18 വായിക്കുന്നു. John chapter 1 verse 18 നമ്മൾ വായിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവം അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ യേശുക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. നമുക്കറിയാം, ദൈവമായ കർത്താവ് ഒരു ഫ്ലഷായി, ഒരു ഹ്യൂമൻ ബീയിങ് ആയി നമ്മുടെ നടുവിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മിസ്റ്ററി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തികളെ സംബന്ധിച്ച് പോകുമ്പോൾ കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, ഞാൻ ഈ വാക്യം പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ വേണ്ടി വാക്യമാണ്. കൊലോസ്യർ chapter 2 verse 9 അങ്ങനെ വായിക്കുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണ്ണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിൽ സകലത്തിന്റെയും ഫുൾനെസ് നമുക്ക് കാണാൻ സാധിക്കുക. യേശുക്രിസ്തുവിൽ മാത്രമേ അത് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? അവൻ നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. Even today God is speaking to us through his word of God. ദൈവവചനത്തിൽ കൂടെ ദൈവം ഇന്നും നമ്മോട് കൃത്യമായി സംസാരിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ വചനം ജീവനുള്ള വചനമാണ്.
അത് ജീവനും ചൈതന്യമുള്ള വചനമാണ്. ദൈവം ജീവിക്കുന്നതുകൊണ്ട്, യേശുക്രിസ്തു ജീവിക്കുന്നതുകൊണ്ട് ഇന്നും വചനം ജീവിക്കുന്നു. അത് നമ്മോട് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കുന്നത്. ദൈവവചനത്തിന് മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കുന്നത് കാരണം യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും നമ്മോട് എന്ത് ചെയ്തു? സംസാരിച്ചു. അതുകൊണ്ട് ആ കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. പണ്ടൊരിക്കല് ജെയിംസ് ഇർവിൻ ചന്ദ്രനിലെ കാലുകുത്തിയപ്പോൾ അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, പത്രപ്രവർത്തകർ എങ്ങനെയാണ് ചോദിച്ചത്, ജെയിംസ് ഇർവിൻ, നിങ്ങൾ ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഭവമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, യെസ്, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്, ബട്ട് മോർ ദാൻ ദാറ്റ് ദെയർ ഈസ് വൺ തിങ്. അതറിയാമോ? ഈ ലോകത്തെ മുഴുവൻ നിർമ്മിച്ച ദൈവം, സകല ഗോളങ്ങളെ നിർമ്മിച്ചതായിട്ടുള്ള ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ പാർക്കും. അതാണ് ഏറ്റവും വലിയ സംഗതി. ദൈവം, അതായത് ദൈവമായ കർത്താവ് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന് വായിക്കുന്നു യോഹന്നാൻ സുവിശേഷത്തില്, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശുക്രിസ്തു നമ്മോട് കൂടെ വന്നു. നമ്മുടെ ഒരുവനായി, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് നമ്മളോട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള കർത്താവിനെ നമ്മോട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, കർത്താവായ യേശുക്രിസ്തു അരുളപ്പാട് അറിയിക്കുന്നവരാണ്. 1 ശമൂവേൽ 9-ാം അധ്യായം 27-ാം വാക്യം ഇങ്ങനെ പറയുന്നു. 1 Samuel chapter 9 verse 27. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ശമൂവേലിനോട് പറയുന്ന ഒരു വാചകമാണ്. അതിന്റെ ലാസ്റ്റ് വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കണം. ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുവാനായിട്ട് നാം എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു. അവൻ ഇന്നും സംസാരിക്കുന്ന ദൈവമാണ്. ദൈവവചനം വായിക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ നാം എത്ര സമയമെടുക്കും? ഞാൻ പറയട്ടെ, അത് പറയുവാൻ കഴിയുമ്പോൾ ആ ദൈവം നമ്മോട് സംസാരിക്കുന്നത്, നീ അല്പം നിൽക്കുക, ഞാൻ നിന്നോട് എന്ത് ചെയ്യട്ടെ? ദൈവത്തിന്റെ അരുളപ്പാടൊന്ന് അറിയിക്കണം. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം 3 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ ആരംഭകാരണനാണ്, അവൻ ആദിയും അന്തവുമില്ലാത്തവനാണ്, അവൻ അരുളപ്പാട് അറിയിക്കുന്നവനാണ്. ഞാൻ അതൊരു വാക്കിനോട് പറഞ്ഞ് എന്റെ മുന്നോട്ടുള്ള ചിന്തയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. എബ്രായലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, Hebrews chapter 4 verse 13. അതാണ് നമ്മുടെ ആധാരവാക്യമായിട്ട് ഞാൻ വായിക്കുന്നത്. അവിടെ പറയുന്നു, എബ്രായലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, നീ സകലവും അറിയുന്നു. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? അവന് അറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടല്ലോ നമുക്ക് കാര്യമുള്ളത്. All knowing God. He is the omnipresent God, omniscient God, omnipotent God. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു omniscient. കർത്താവായ യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നത്, യേശുക്രിസ്തു സകലത്തെയും അറിയുന്ന ദൈവമാണ്. He knows everything. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, all things are naked and open to the eyes of him to whom we must give account. ഓർക്കണം, യേശു എന്ത് അറിയും? What he knows. നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ്, who is Jesus in your life? പറയട്ടെ, യേശുക്രിസ്തു സകലത്തെയും അറിയുന്ന ദൈവമാണ്. He knows everything. കർത്താവായ യേശുക്രിസ്തു എല്ലാം അറിയുന്ന ദൈവമാണ്. അവൻ എന്തറിയുന്നു? What he knows. അതാണ് നാം ഇന്നത്തെ ചിന്തയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് 5 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാം. യേശുക്രിസ്തു എന്ത് അറിയുന്നു? ഈ വാക്യമാണ് നമ്മുടെ ആധാരവാക്യം. എബ്രായലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം, Hebrews chapter 4 verse 30. അത് മറന്നു പോകരുത്. അവിടെ പറയുന്നുണ്ട്, he knows everything. He knows everything. What he knows. ഒന്നാമത്തെ കാര്യം നമുക്ക് വായിക്കാൻ സാധിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 48-ാമത്തെ വാക്യം, John chapter 1 verse 47 and 48. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശുക്രിസ്തു നഥനയേൽ എന്ന വ്യക്തിയോട് പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നു. അവിടെ വാക്യം നമുക്ക് വായിക്കാം. എന്ന് വായിക്കാം. അവിടെ പറയുന്നു, John chapter 1 verse 48 and 47 to 48. നഥനയേൽ അവനെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, അവന് കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു
എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഇവിടെ കാണാൻ സാധിക്കുന്നത് നഥനയേൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ? നീ എന്നെ എങ്ങനെ അറിയും? നീ എന്നെ എവിടെ വെച്ച് കണ്ടു? ഇവിടെ പറയുന്നത് ഞാൻ നിന്നെ അറിയുന്നു. ഇവിടെ പറയുന്ന വാക്യം അറിയാമോ? ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പോൾ ഇവിടെ പറയാൻ സാധിക്കുന്ന വിഷയം ഇതാണ്. കാട്ടത്തിയുടെ കീഴിൽ ഇരുന്ന നഥനയേലിനെ യേശു അറിഞ്ഞു. ഒരു വാക്യം ഇങ്ങനെ പറയാൻ സാധിക്കും. കാട്ടത്തിയുടെ മുകളിൽ ഇരിക്കുന്ന സക്കായിയെ പേരുകൊണ്ട് അറിയാവുന്ന യേശു ക്രിസ്തുവിന് കാട്ടത്തിയുടെ കീഴിൽ ഇരിക്കുന്ന നഥനയേലിനെ അറിയാം. ഇവിടെ നഥനയേൽ ചോദിക്കുകയാണ്, അതെങ്ങനെ സംഭവിച്ചു? ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ, പക്ഷെ നീ എന്നെ എപ്പോൾ കണ്ടു? അപ്പോൾ കർത്താവ് പറയുകയാണ്, ശരിയാ, നീ എന്നെ കണ്ടിട്ടില്ല, പക്ഷേ ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുക. എന്നർത്ഥം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്നാമതായി പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു എന്തറിയുന്നു അറിയാമോ? He knows all the person. യേശു ക്രിസ്തു എല്ലാ വ്യക്തികളെയും അറിയുന്ന ദൈവമാണ്. അവൻ ആളുകളെ അറിയുന്ന ദൈവമാണ്. വ്യക്തിപരമായി നമ്മെ അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. യിരെമ്യാ chapter 1 verse 5. അവിടെ നമ്മൾ വായിക്കുന്നു, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് യിരെമ്യാവ് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. അവിടെ എന്താണ് ചോദിക്കുന്ന ചോദ്യം? യിരെമ്യാവേ, ഞാൻ നിന്നെ അറിഞ്ഞത് നിന്നെ വിളിച്ച സമയത്തല്ല, അതിനു മുമ്പ് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പറയുക. എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നറിയാമോ? He knows every person. Those who are sitting here, Jesus is knowing you. യേശു ക്രിസ്തു നിന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരും യാദൃച്ഛികമായി ഇവിടെ വന്നവരല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. ഞാൻ നിങ്ങളിവിടെ ആയിരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവമാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ദൈവം നമ്മളെ കൊണ്ടുവന്നുവെങ്കിൽ അത് നമ്മളെ അറിയുന്നത് കൊണ്ടാണ്. ഞാൻ പറയുന്നത്, എന്റെ സാക്ഷ്യം ഞാൻ ഒരു വാചകത്തിൽ പറഞ്ഞുകൊണ്ട് പോകാം. ഞാൻ റാന്നി എന്ന സ്ഥലത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി. ഞങ്ങളുടെ ഭവനത്തിൽ 5 മക്കളെ ദൈവദാനമായിട്ട് കൊടുത്തു. 5 മക്കളിൽ 4 ആൺമക്കൾ, ഒരു പെൺകുട്ടി. ഞാൻ 4ാമത്തേത്. എൻ്റെ ഇളയ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 മക്കളും ബ്ലൂ ബേബീസ് ആയിട്ടാണ് ജനിച്ചതെന്ന് പറയുന്നു. മൂത്തയാളുണ്ട്, ഏറ്റവും മൂത്ത എൻ്റെ ബ്രദറുണ്ട്. അതിനുശേഷം ഉണ്ടായിരുന്ന 2ാമത്തെ ബ്രദർ ജനിച്ചു കഴിഞ്ഞ് 40 days കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. 3ാമത്തെ ആള് ഉണ്ടായിരുന്നു. 4ാമത്തെ ആൾ ഞാനുണ്ട്, ജീവനോടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ ഇളയ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ ജനിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. അങ്ങനെ 2 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. പിന്നീട് 3 ആൺമക്കൾ വളർന്നു വന്നു. ഞങ്ങൾ 3 ആൺമക്കൾ വളർന്നു വന്നതായിട്ടുള്ള സമയത്ത് 27ാമത്തെ വയസ്സിൽ 1993 എൻ്റെ ഒരു ബ്രദർ, 2ാമത്തെ ബ്രദർ ഗൾഫിൽ സൗദിയിൽ വെച്ചത് കാർ ആക്സിഡന്റിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ 3 പേര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പിന്നെ 2 പേർ ശേഷിക്കുന്നു, ഞാൻ എൻ്റെ ബ്രദർ മാത്രം. ഞാൻ പറയാൻ ശ്രമിക്കുന്ന വിഷയം ഇതാണ്. ഇവിടെ പറയുന്നത്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ മരിച്ചു എന്ന് വിശ്വസിച്ച് എന്നെ ഒരു കട്ടിലിൽ കിടത്തി എന്നാണ് പറയുന്നത്. ചെറുപ്പമായപ്പോൾ ഞാൻ 1970 ജനിച്ച ഒരാളാണ്. 70 ജനുവരി 7-ാം തീയതി ഞാൻ ജനിച്ചു. എന്നെ ആ സമയത്ത് ഒരു കട്ടിലിൽ കിടത്തിയ സമയം മരിച്ചു എന്ന് വിശ്വസിച്ചു. എന്നാൽ എൻ്റെ ഫാദറും എൻ്റെ മദറും എൻ്റെ ഗ്രാൻഡ് മദറും ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവൻ എൻ്റെ ദാനമായി തരികയാണെങ്കിൽ ഇതിൻ്റെ വേലയ്ക്കായിട്ട് കൊടുത്തു പറയട്ടെ. ദൈവം പ്രാർത്ഥന കേട്ടു. ദൈവം എന്നെ തെരഞ്ഞെടുത്തു. എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ എന്നെ തന്നെ കർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാൻ ആഗ്രഹിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 28 വർഷമായിട്ട് കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു. അവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പറയുകയാണ് യിരെമ്യാവിനോട്, യിരെമ്യാവേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ, എന്താണ് ഞാൻ ആ 3 പേരിൽ ഒരാളാകാതെ? 3 പേര് മരിച്ചുപോയി. ആ 3 പേരിൽ ഒരാളാകാതെ എനിക്കറിയാം. God has a purpose. ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ഇവിടെ ഞാൻ ആയിരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഞാൻ പറയേണ്ട ആഗ്രഹിക്കുന്നത്, He knows everyone. ദൈവം എന്നെ അറിയുന്നു. ഇവിടേക്ക് ഓരോരുത്തരെയും അറിയുന്നു. നമ്മെ ആരും അറിയുന്നില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം മധ്യത്തിലുണ്ട്. He knows everything. അതാണ് പറയുന്നത്, അവൻ അറിയാത്തതൊന്നുമില്ല. അവനെല്ലാം അറിയുന്നവനാണ്. അവൻ ആളുകളെ അറിയുന്നവനാണ്. ഒരു വ്യക്തിയും അറിയാത്തവരുണ്ടായിരിക്കാം.
യേശുക്രിസ്തുവിനെ തെരഞ്ഞെടുത്ത അപ്പോസ്തലനായ പൗലോസ്. നമ്മൾ ഓർക്കണം, എന്തുകൊണ്ടാണ് പറഞ്ഞതറിയാം? God chosen Paul. യേശുക്രിസ്തു പൗലോസിനെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. നമ്മെ അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മെ അവൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് പറയട്ടെ, നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. വ്യക്തിപരമായി ഇൻഡിവിജ്വലായിട്ട് അറിയുന്ന ഒരു കർത്താവ്. വേറെ ആർക്കും അറിയില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും അന്യോന്യം അറിയത്തില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ ദൈവത്തിന് നമ്മെ അറിയുവാനായിട്ട് സാധിക്കും. അതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ പറയുന്നത് നമ്മെ പേർച്ചൊല്ലി വിളിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു കാര്യം പറഞ്ഞു. യേശുക്രിസ്തു ആളുകളെ അറിയുന്ന ദൈവമാണ്. He knows every person. ആളുകളെ അറിയുന്ന ദൈവം. 2-ാമത്തെ ചാപ്റ്ററിലേക്ക് വരിക, ചാപ്റ്റർ 2. അവിടെ വായിക്കുന്നു, അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. That's the first miracle of Jesus Christ. അതെല്ലാവർക്കും അറിയാം. നമ്മൾ സൺഡേ സ്കൂൾ മുതൽ പഠിക്കുന്ന കാര്യം, അതിനെക്കുറിച്ച് ഞാൻ പോകുന്നില്ല. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് what he knows. രണ്ടാമത്തെ കാര്യം പറയുന്നത് he knows every need. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനാണ് യേശുക്രിസ്തു. അവൻ ഇൻഡിവിജ്വലായിട്ട് നമ്മളെ അറിയുന്നത് മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. എന്താണ് കാനാവിലെ ആവശ്യം? കാനാവിലെ ആവശ്യം എന്താ? വീഞ്ഞ് തീർന്നു. വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞാൽ ആ കല്യാണ വീടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന ആ സമയത്ത് ആരുണ്ട് അവിടെ? യേശുവുണ്ട്. വായിക്കുന്നു, they invited Jesus there. യേശുക്രിസ്തുവിനെ ക്ഷണിച്ചു. പറയട്ടെ, യേശുവിനെ ക്ഷണിച്ചിരിക്കുന്ന, യേശുവിനെ അംഗീകരിച്ചിരിക്കുന്ന ഒരു വീട്ടിൽ, ഒരു ഭവനത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ആവശ്യങ്ങൾ വരട്ടെ അത് അറിയുന്ന ഒരു ദൈവം നമ്മളോടുകൂടെ. കാനാവിലെ വീട്ടില് യേശുവിനെ ക്ഷണിച്ചു. കാനാവിലെ വീട്ടിൽ പോയി. അപ്പോൾ മറിയ വന്നിട്ട് പറഞ്ഞു, അമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ അവിടെ വീഞ്ഞ് തീർന്നു. അത് നമുക്കെന്താ? വായിക്കുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്തെന്ന് പറഞ്ഞ് മാതാവ് പോകുന്നതായ കാഴ്ച വായിക്കും. ഇവിടെ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവരായിരിക്കുന്ന ദൈവം. എന്താണ് നമ്മുടെ ആവശ്യം? അത് അറിയുന്ന ഒരു കർത്താവുണ്ട്. നമുക്കറിയാമല്ലോ, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവമാണ്. നമ്മൾ വായിക്കുന്ന ഫിലിപ്പിലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:19 വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തുതരും. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ, എത്ര വലുതോ എത്ര ചെറുതോ ആകട്ടെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കർത്താവിന്റെ നടുവിലുണ്ട്. അവൻ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവരാണ്. നമ്മുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ മനുഷ്യരോട് പറയാൻ പറ്റുകയില്ല, പക്ഷേ ദൈവം അറിയുന്ന ദൈവമാണ്. ദൈവത്തോട് പറഞ്ഞാൽ അവൻ നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. മനുഷ്യരുടെ സഹായം വ്യർത്ഥമാണ്. അവരാണ് സംഗീതക്കാരൻ പറയുന്നത്, മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയെ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയെ ആശ്രയിക്കുന്നത് നല്ലതെന്ന് സംഗീതക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ്, നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാൻ കഴിയുന്ന കർത്താവ്. എന്തായിരുന്നു കാനാവിലെ കുറവ് അറിയാമോ? അവിടെ വീഞ്ഞ് തീർന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയി. അവിടെ സന്തോഷം മാറിപ്പോയി. നിങ്ങൾ വായിക്കുന്നത്, പെട്ടെന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക. ഒരു വീഞ്ഞ് ലഭിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ചില പ്രോസസ് അല്ലേ? വീഞ്ഞുണ്ടാകണമെങ്കിൽ അതിന്റെ പ്രോസസ് എന്താ? നല്ല നിലത്ത് ആദ്യം മുന്തിരിവള്ളി നടണം. മുന്തിരിവള്ളി നട്ടിട്ട് ആ മുന്തിരി തല കിളിർത്തു വരണം. കിളിർത്തു വന്നതിന് ശേഷം അതിന് കമ്പിയൊക്കെ കെട്ടിക്കൊടുത്ത് വേലിയൊക്കെ ഇട്ട് നല്ല നിലയിൽ പന്തലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇത് പടർന്ന് പന്തലിക്കും. പടർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ ഈ മുന്തിരിയിൽ ഫലമുണ്ടാകും. ഫലമുണ്ടായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിന് പാകമാകണം. കറക്റ്റ് പാകമാകും. ഒരു മിനിമം 1 month എടുക്കും. എങ്കിൽ മാത്രമേ എന്താകുള്ളൂ? വൈനാകും. പക്ഷെ യേശുവിന്റെ വിഷയമല്ല. കർത്താവായ യേശുക്രിസ്തു ഭക്ഷ്യവെള്ളത്തെ എന്തായി മാറ്റുക? വീഞ്ഞാക്കി മാറ്റുക. ഞാൻ പറയട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ ഒത്തിരി നാൾ കഴിഞ്ഞ് നിറവേറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ആവശ്യത്തെ നിറവേറ്റുവാൻ കർത്താവ് വിശ്വസ്തനാണ്. നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. കാനാവിലെ ആ കല്യാണത്തിന് കർത്താവ് യേശുക്രിസ്തു കടന്നു ചെന്ന് അത്ഭുതം പ്രവർത്തിക്കുവാൻ മനസ്സ് വെച്ചതിന്റെ കാരണം എത്രയാണോ? അവിടെ വായിക്കുന്നുണ്ട്, അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ്. മനുഷ്യൻ നമ്മളെ മറന്നുപോയെന്ന് വന്നേക്കാം, ദൈവം നമ്മളെ മറക്കുന്ന ദൈവമല്ല. നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കും.
wonder working God. നമ്മൾ പാടാറുണ്ട്, ദൈവമായ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിലേക്ക് നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തുവാനായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കും. കാരണം അറിയാമോ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു. എങ്ങനെ അറിയുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നമ്മൾ അറിയിക്കണം. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:6 നമ്മൾ വായിക്കുന്നത്. ഫിലിപ്പിയർ 4:16 നമ്മൾ വായിക്കുന്നത്, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോടുകൂടെ അറിയിക്കത്രേ വേണ്ടത്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രത്തോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളെ അറിയിച്ചാൽ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അവൻ നമുക്കറിയാം, കാനാവിൽ എങ്ങനെ അത്ഭുതമുണ്ടായ, അവർ വിശ്വസിച്ചു, അവർ ദൈവത്തെ അനുസരിച്ചു. അവിടെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഫെയ്ത്ത് പ്ലസ് ഒബീഡിയൻസ് ഈസ് ഈക്വൽ ടു മിറക്കിൾ. ഇന്ന് ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ ഫെയ്ത്തും ഒബീഡിയൻസും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു വിശ്വാസിയുടെ 2 ആത്മീക കാലുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് വിശ്വാസവും അനുസരണവും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ട്, അനുസരണമില്ലെങ്കിൽ അത്ഭുതം കാണാൻ സാധിക്കില്ല. വിശ്വാസം ഒരു ഭാഗത്തേക്ക് പോകുന്നു, അനുസരണം ഒരു ഭാഗത്തേക്ക് പോയാൽ അത്ഭുതം കാണുവാനായിട്ട് സാധ്യമല്ല. അത് ഒരുപോലെ മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ ദൈവത്തിന് അത്ഭുതം കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണമറിയാമോ? നമ്മൾ വിശ്വസിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ സംഗതിയാണ്. അതുകൊണ്ട് രൂപാന്തരം നൽകുവാൻ കഴിയുന്ന കർത്താവ്, നമ്മുടെ ജീവിതത്തെ ആകമാനമായി വ്യത്യാസപ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവ്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാൻ കഴിയുന്ന കർത്താവ്, ഒരു ഗുണവുമില്ലാത്ത വെള്ളത്തിന് മധുരം പകർന്ന രുചി പകർന്നതിന് പറയുകയാണ്, അയ്യോ ഇത്രയും നല്ലത് നീ ഇവിടെ വെച്ചു. ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അതാണ് നമുക്ക് ദൈവത്തിൽ നിന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവ് പറയുന്നത് മാത്യു ചാപ്റ്റർ 7:7 പറയുന്നു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. മാത്യു ചാപ്റ്റർ 7:7 വായിക്കുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5:14 നമ്മൾ വായിക്കുന്നുണ്ട്, നാം അവന്റെ ഇഷ്ടപ്രകാരം എന്തു തന്നെ അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നതിനെ നൽകി തരുവാൻ കഴിയുന്ന കർത്താവ്. യെശയ്യാവിൽ വായിക്കുന്നുണ്ട്, നീ വിളിച്ചപേക്ഷിക്കുന്നതിന് മുമ്പ് അവൻ നിനക്ക് ഉത്തരവരുന്ന ദൈവമാണ്. ഈ ദൈവമല്ലേ നിന്റെ ദൈവം? അവൻ നമ്മുടെ ആവശ്യങ്ങൾ നൽകുന്ന ദൈവമാണ്. ഒന്നാമതായി പറയാൻ ആഗ്രഹിച്ചത്, he knows everyone, he knows the individual. രണ്ടാമതായി പറയുന്നത്, he knows our needs, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവരാണ് കർത്താവായ യേശു. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. മൂന്നാമത്തെ അധ്യായത്തിൽ പഠിക്കുമ്പോൾ അത് പറയല്ലോ, there is a conversation between Nicodemus and Jesus. യേശുക്രിസ്തുവിന്റെ നിക്കോദെമോസിനോടുള്ള സംഭാഷണമാണ് മൂന്നാമത്തെ അധ്യായം, chapter 3:10. ഉടനെ വായിക്കുന്നു, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതൊന്നും നീ അറിയുന്നില്ലേ? നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നീ ഇത് അറിയുന്നില്ലയോ? അവിടെ എന്താണ് അറിയേണ്ടതെന്ന് അറിയാമോ? നീ നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ you should be born again. നീ വീണ്ടും ജനിക്കണം. എന്താ വീണ്ടും ജനനം? ഞാൻ ഇന്നലെ ഓർപ്പിക്കുകയുണ്ടായി. വീണ്ടും ജനനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന ഒരു രൂപാന്തരത്തിനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ അറിയുന്ന കർത്താവ്. പറയട്ടെ, ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തു നിക്കോദെമോസ് പറയുകയാണ്, നീ വീണ്ടും ജനിക്കണം. യേശുക്രിസ്തു നമ്മുടെ സ്പിരിച്വൽ സ്റ്റാറ്റസിനെ അറിയുന്നു. He knows our spiritual status. നമ്മുടെ ആത്മീയ സ്ഥിതി അറിയുന്നവനാണ് കർത്താവായ യേശു. നമ്മൾ രാത്രി ചിന്തിച്ചു നോക്കിയേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപിൽ നമ്മളൊരു പുതിയ സൃഷ്ടിയായി നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ട്, Second Corinthians chapter 5:17 വായിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിലൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരാള് ആരെന്നറിയാമോ? He will be a new creation. നീ ഒരു പുതിയ സൃഷ്ടിയാ, പഴയ വ്യക്തിയല്ല, പിന്നെ ഒരു പുതിയ ക്രിയേഷൻ. പുതിയ ക്രിയേഷൻ ദൈവത്തോട് ചേർന്ന ജീവിതം. അതാണ് അവിടെ കാണുന്ന പറയുന്നത്. അവിടെ നമ്മൾ ഓർക്കണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ ആകമാനമായി അറിയുന്ന കർത്താവ്, നമ്മുടെ ആത്മീക സ്ഥിതി
നിക്കോദെമോസ് പറയുകയാണ്, നീ ഇസ്രായേലിന്റെ ഉപദേശമാണല്ലോ, എന്നിട്ട് ഇതൊന്നും അറിയത്തില്ലേ? നമ്മുടെ ആത്മീയ സ്ഥിതി ആർക്കറിയാം? ദൈവത്തിനറിയാം. നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളല്ല, നമ്മുടെ കപടഭക്തി അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആത്മീയമായിട്ടുള്ള ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നത് പഠിപ്പിക്കുന്നു. കാരണം അറിയാമോ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു പുതിയ വ്യത്യാസം ഉണ്ടാകണം, ഒരു പുതിയ വ്യക്തിയായിട്ട് മാറണം. നമ്മൾ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ വായിക്കുന്നത്, യിരെമ്യാവ് chapter 17 verse 9 അങ്ങനെ വായിക്കുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടമുള്ളത്, അതാരാഞ്ഞറിയുന്നവൻ ആര്? അപ്പോൾ ഹൃദയം എന്ന് പറയുന്നത് എല്ലാറ്റിനേക്കാളും കപടമുള്ളതാണ്, അതാരാഞ്ഞറിയുന്നവൻ ആര്? എന്നിട്ട് കർത്താവ് പറയുകയാണ്, മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് യേശു പറയുന്നുണ്ട്, ഹൃദയത്തിൽ നിന്ന് വരുന്നത് എന്ത് ചെയ്തു? മനുഷ്യനെ അശുദ്ധരാക്കും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ അശുദ്ധമാക്കുന്നുവോ എന്ന് ചിന്തിക്കണം. ഇതിനോട് ലിസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലേ മർക്കോസ് സുവിശേഷത്തിൽ. പറയുന്നത് ഇങ്ങനെയാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്നത് എന്തൊക്കെയാ? ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, അസൂയ, പിണക്കം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റോട് വായിക്കും. അതൊക്കെ എവിടെ നിന്നാണ്? ഹൃദയത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഹൃദയത്തിന് ആകമാനമായ വ്യത്യാസം ഉണ്ടാകണം. യേശു പറയുന്നത്, നിന്റെ ഹൃദയത്തെ നീ ശോധന ചെയ്യണം. 139-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനം. അവിടെ ദാവീദ് എന്താ പറയുന്നത്? യു നോ എവരിതിങ്. 139 Psalms 139 verse 1 നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ദൈവമേ നീ സകലതും അറിയുന്നു. യു നോ എവരിതിങ് എന്ന് പറയുകയാണ്, ഞാൻ ഇരിക്കുന്നത്, ഞാൻ എഴുന്നേൽക്കുന്നത്, ഞാൻ കിടക്കുന്നത്, ഞാൻ ആയിരിക്കുന്നത് എല്ലാം നീ അറിയുന്നു. കാരണം എന്താ? നീ സർവശക്തനായ ദൈവമാണ്, നീ സർവജ്ഞാനിയായ ദൈവമാണ്, നീ സർവവ്യാപിയായ ദൈവമാണ്. ലാസ്റ്റ് വാക്യം പറയുന്നത്, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നീ എന്നെ നടത്തണമേ. 103-ാം സങ്കീർത്തനം ലാസ്റ്റ് വാക്യം നമുക്ക് വായിക്കുന്നത്, ദൈവമേ നമുക്ക് പറയാൻ സാധിക്കും, ദൈവമേ എന്റെ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്ന ആത്മീയ സ്ഥിതി, നമ്മുടെ ആത്മീയ സ്ഥിതി മാറണമെങ്കിൽ പാപമെന്ന അവസ്ഥ നമ്മളിൽ നിന്ന് മാറണം. പാപം മാറുന്നവർക്ക് മാത്രമേ പാപത്തെ മാറ്റുവാൻ കഴിയുന്ന കർത്താവിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതിന്റെ ആവശ്യമാണ്. 1 യോഹന്നാൻ 7-ാം വാക്യം വായിക്കുന്നു, 1 John chapter 1 verse 9-7 വായിക്കുന്നു. അവിടെ പറയുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. യേശുവിന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിക്കുന്ന ദൈവജനത്തിന് അറിയാൻ സാധിക്കും. നമ്മളെ ശുദ്ധീകരിക്കുന്ന കർത്താവ് പറയുകയാണ്, യു ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനാകയാൽ നീ ആരായിരിക്കണം? വിശുദ്ധനായിരിക്കണം. വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്, അശുദ്ധിയിലേക്കല്ല. ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ചില റെസ്ട്രിക്ഷൻസ് ആവശ്യമാണ്, ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഇന്ന് ഇഷ്ടമല്ല, പക്ഷേ ആ റെസ്ട്രിക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവേ നീ എന്റെ ആത്മീക സ്ഥിതി അറിയുന്നു എന്ന് പറയാൻ സാധിക്കണം. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വളർച്ച എങ്ങോട്ട് പോകുന്നു? നമ്മുടെ സ്പിരിച്വൽ കണ്ടീഷൻ എന്താണ്? നമ്മൾ എത്രത്തോളം കർത്താവിൽ വളരുന്നു, എത്രത്തോളം നമ്മൾ വളരുവാൻ സാധിക്കുന്നു, ആത്മീയ ജീവൻ പ്രാപിക്കാൻ സാധിക്കുന്നു, ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫ് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കണമെങ്കിൽ, നമുക്കൊരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് ഫോളോ ചെയ്യാൻ സാധിക്കണമെങ്കിൽ, നമ്മൾ ഒരു ആത്മീയ ജീവന്റെ ഉടമയായിത്തീർന്നെങ്കിലേ മതിയാകും. ഈ വളരെ പ്രയാസം നമ്മളുടെ കപടത കൊണ്ടോ കപടഭക്തി കൊണ്ടോ യേശു ക്രിസ്തു ഏറ്റവും ശക്തമായി വിമർശിച്ചത് ആരെയാണ് അറിയാമോ? കപടഭക്തിക്കാരെ, ഹിപ്പോക്രൈറ്റ്സ്. കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, ഈ കപടഭക്തിക്കാരെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നത് അറിയാമോ? നിങ്ങൾ എന്ത് ചെയ്യുക അറിയാമോ? നിങ്ങൾ കിണ്ടുകിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കും, അകമോ അഴുക്കുന്നുണ്ട്. കർത്താവ് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് വ്യത്യാസം ഉണ്ടാകണം. കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അനുസരണത്തിന് കീഴിൽ മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ, ആത്മീക ശൈശവ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇന്നലെ നമ്മളെല്ലാവരും ഒരു സ്പിരിച്വൽ ബേബി ആയിട്ട് അല്ലേ? ഒരു സ്പിരിച്വൽ ബേബി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഒരു ഭാവന കഥയാണ്. അത് റിയൽ സ്റ്റോറി അല്ല, എങ്കിലും ഒരു ഭാവന കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കഥ ഇങ്ങനെയാണ്, പണ്ട് ഒരു വലിയ കുടുംബത്തില് അവരുടെ മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ മക്കൾക്ക് പേരൻസിനെ ചെന്ന് കാണുവാനായിട്ട് എല്ലായ്പ്പോഴും സാധ്യമല്ലാത്ത ഒരു സാഹചര്യം. അപ്പോൾ എന്തറിയാമോ, ഈ അപ്പനും അമ്മ എപ്പോഴും വിളിക്കുമ്പോഴോ എഴുത്തെഴുതുമ്പോഴോ പറയും, മക്കളെ നിങ്ങളെ കാണുന്നത് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ എഴുതും, ലീവില്ല, ഞങ്ങൾക്ക് വരാനായിട്ട് പറ്റുകയില്ല. അപ്പോഴാണ് അന്ന് ആ സ്ഥലത്ത്
ഒരു പുതിയ മരുന്ന്, ഒരു പ്രോഡക്റ്റ് വെളിയിലാണ്. ആ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം വാങ്ങാനുള്ള മരുന്നാണ്. അപ്പൊ ചെറുപ്പം വാങ്ങാനുള്ള മരുന്നായപ്പോഴത്തേക്കും ആ മരുന്ന് ഈ മക്കൾ മേടിച്ച് അപ്പനും അമ്മയ്ക്കും അയച്ചു കൊടുത്തു, നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. അവിടെ ചെന്ന് ആളുകൾ ഈ അപ്പനും അമ്മയും മരുന്ന് കഴിച്ചു. അപ്പൊ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രായമൊക്കെ ചെറുപ്പമായി, എല്ലാവരും ചെറുപ്പം നരച്ച ആളുകളൊക്കെ ഇതായിട്ട് മാറി. അപ്പനും അമ്മ വളരെ സ്മാർട്ടായിട്ട് പറഞ്ഞു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മക്കൾ തിരിച്ചു വീട്ടിൽ ചെന്നു. ഇവരെ അപ്പനും അമ്മയ്ക്കൊന്ന് കാണാനായിട്ട് ചെന്നതാണ്. ചിലപ്പോൾ ആ ഗേറ്റ് തുറക്കാനായിട്ട് പ്രായം കുറഞ്ഞൊരു ലേഡി വന്നു, ഗേറ്റ് തുറന്നു. അപ്പോൾ ഈ മക്കൾ ചോദിച്ചു, നിങ്ങൾ ആരാ? പറഞ്ഞു, മോനെ ഞാനിതിൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മച്ചി ഇത്രയും പ്രായം കുറഞ്ഞോ? ഓക്കെ, കൂട്ടു, നല്ലതായത്. ആട്ടെ, അപ്പച്ചൻ എവിടെയാണ്? അപ്പോൾ അമ്മച്ചി പറയാണ്, അപ്പച്ചൻ മോനെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പച്ചൻ്റെ കാര്യമൊക്കെ അറിയാമോ? അപ്പച്ചൻ എല്ലാവരും എടുത്തു ചാട്ടക്കാരനാണ്. ഞാൻ ഈ പറഞ്ഞതനുസരിച്ചുള്ള ഡോസ് അനുസരിച്ച് ഞാൻ മരുന്ന് കഴിച്ചത്. അപ്പച്ചൻ എന്ത് ചെയ്തറിയാമോ? പെട്ടെന്ന് നമ്മൾ ചെറുപ്പമാകാനായിട്ട് മരുന്ന് നമ്മൾ കുടിച്ചു കാര്യമായിട്ട് ഇപ്പോൾ തന്നെ കുപ്പിപ്പാല് കുടിച്ചുകൊണ്ട് തൊട്ടിലിൽ കിടക്കുന്നുണ്ട്. ഇന്ന് പാല് കുടിച്ചുകൊണ്ട് എവിടെ കിടക്കുക? തൊട്ടിലിൽ കിടക്കുക. ഞാൻ പറഞ്ഞ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അനേകം ആളുകൾ ആത്മീയമായി ശൈശവാവസ്ഥയിലാണ്. ഒന്ന് വളരണം. ഞാൻ നിങ്ങൾ എത്ര വർഷമായി ഈ ആത്മീയ ലോകത്തിലേക്ക് വന്നിട്ട് ആത്മീയ പാരമ്പര്യം പറയുന്ന എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്? അതോ ഇന്നും നമ്മൾ ആത്മീയമായിട്ടുള്ള അതേ ശൈശവാവസ്ഥയിൽ കടന്നു പോവുകയാണോ? എങ്കിൽ ഞാൻ പറയട്ടെ, അവിടെ ഒരു ഉദ്ധാരണം ആവശ്യമാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് മതിയാകുള്ളൂ. കർത്താവായ യേശു നിക്കോദിമോസിനോട് പറയുകയാണ്, നിക്കോദിമോസേ, ഞാൻ നിന്റെ സ്ഥിതി അറിയുന്നുണ്ട്. നീ എന്തിനറിയാമോ? നീ വീണ്ടും ജനിക്കണം. നീ വീണ്ടും ജനിച്ചേ മതിയാകുള്ളൂ. ഞാൻ നിന്റെ ആത്മീയ സ്ഥിതി അറിയുന്നു. നമുക്ക് പറയാൻ സാധിക്കുമോ? കർത്താവേ, എനിക്ക് പാപമോചനം പ്രാപിച്ചുകൊണ്ട് നിന്നോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഉറപ്പോടെ ജീവിക്കാൻ നമുക്ക് ദിവസങ്ങൾ സാധിക്കട്ടെ. നാലാമത്തെ വിഷയത്തിലേക്ക് ആഗ്രഹിക്കുന്നു. ചാപ്റ്റർ 4. നാലാമത്തെ പഠിക്കുന്ന സമയത്ത് അവിടെ വായിക്കുന്നത് സമരിറ്റൻ വുമൺ, ശമരിയക്കാരത്തെ സ്ത്രീയെ കുറിച്ചാണ് വായിക്കുന്നത്. അതിന്റെ സ്റ്റോറി നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ 16-17 ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 16, 17, 18 and 29 ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയാൻ സാധിക്കുന്നതാണ്. കർത്താവ് യേശു പറയുകയാണ്, I know your sin, I know your iniquity. ഞാൻ നിന്റെ പാപത്തെ അറിയുന്നു, ഞാൻ നിന്റെ അകൃത്യങ്ങളെ അറിയുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു എന്തറിയുന്നു? ഒന്ന്, അവൻ ആളുകളെ അറിയുന്ന ദൈവമാണ്. രണ്ട്, അവൻ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാണ്. മൂന്ന്, അവൻ നമ്മുടെ ആത്മീക സ്ഥിതി അറിയുന്നവനാണ്. നാല്, അവൻ നമ്മുടെ അകൃത്യങ്ങളെ അറിയുന്നവനാണ്, നമ്മുടെ പാപങ്ങളെ അറിയുന്നവനായിരിക്കും കർത്താവായ യേശു. ഇവിടെ ശമരിയക്കാരി സ്ത്രീ പറയുകയാണ്, എനിക്ക് ആ വെള്ളം വേണം. ഏത് വെള്ളമാണ്? ഇനിയും കുടിച്ചാൽ, അല്ലെങ്കിൽ ഈ വെള്ളം കുടിച്ചാൽ ദാഹിക്കുന്നില്ല കർത്താവ്. എനിക്ക് ആ വെള്ളം തരാം. ഓക്കെ, ഞാൻ തരാം. അപ്പോൾ കർത്താവ് ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് ഭർത്താവിനെ വിളിച്ചു കൊണ്ടുപോകാൻ. അപ്പോൾ എന്താ പറഞ്ഞത്? എനിക്ക് ഭർത്താവ് ഇല്ല. അപ്പൊ കർത്താവ് പറഞ്ഞത് ശരിയാണ്, നിനക്ക് ഭർത്താവ് ഇല്ല. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ള നിന്റെ ഭർത്താവല്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, എന്റെ കർത്താവേ, നീ എല്ലാം അറിയുന്നല്ലോ, എന്റെ ജീവിതത്തെ മുഴുവനായി നീ അറിയുന്നല്ലോ. എന്ന് വെച്ചാൽ രഹസ്യമായി ചെയ്ത എല്ലാ പാപങ്ങളെയും വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ അവസ്ഥ അറിയുന്നു, ഞാൻ നിന്റെ അകൃത്യത്തെ അറിയുന്നു. ഇതിനകത്ത് പറയാൻ സാധിക്കുമോ? കർത്താവേ, എന്റെ രഹസ്യ പാപങ്ങളെ നീ അറിയുന്നവരാണ്, എന്റെ പരസ്യമായ ജീവിതത്തെ അറിയുന്നു, അതോടൊപ്പം തന്നെ എന്റെ രഹസ്യത്തെ നിനക്ക് അറിയാം. മനുഷ്യരുടെ മുമ്പിൽ മറച്ചു വെക്കാൻ കേട്ടോ, എന്നാൽ ദൈവത്തിന് മുമ്പിൽ മറച്ചു വെക്കുവാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ടാണ് ഈ സ്ത്രീയെ കുറിച്ച് പറയുന്നത്, നിന്റെ പാപങ്ങളെ അറിയുന്നു. കാരണം അറിയാമോ? നിന്റെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ്. അവളുടെ ഹൃദയത്തെ ശോധന ചെയ്തപ്പോൾ കാണാൻ സാധിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ കണ്ണിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുവാൻ പറ്റുകയില്ല. അതാണ് വായിച്ചത്, അവന്റെ കണ്ണിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അഗ്നിജാലകത്തെ കണ്ടുള്ള കർത്താവ് യേശു ക്രിസ്തു ആ സ്ത്രീയെ നോക്കിയപ്പോൾ പറയുകയാണ്, ഞാൻ നിന്റെ അവസ്ഥ അറിയുന്നു, നിന്റെ പാപം ഞാൻ അറിയുന്നു. രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ ദൈവസ്ഥിതിയിലേക്ക് ഉറപ്പിക്കുവാനായിട്ട് സാധിക്കുമോ? നമ്മുടെ ഭക്തിയുടെ നിലവാരത്തെ അറിയുന്ന കർത്താവ് മറച്ചു വെച്ചതായിട്ടുള്ള ശമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തെ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള കർത്താവിന്റെ പദ്ധതി നമ്മൾ വായിക്കുന്നുണ്ട്. അവളുടെ പേര് കർത്താവ് വെളിപ്പെടുത്തിയില്ല, എന്നാൽ അവളുടെ ജീവിതത്തെ കർത്താവ് വെളിപ്പെടുത്തി. ദിവസത്തിന്റെ പേരില്ലാത്ത, അറിയപ്പെടാത്ത ധാരാളമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തു പേര് പറഞ്ഞില്ല എങ്കിലും യേശു ക്രിസ്തുവിന് അവളുടെ പേരും അറിയാം, അവളുടെ സ്വഭാവവും അറിയാം. അവളുടെ സ്വഭാവം
കഴിഞ്ഞാൽ ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിലാക്കേണ്ടത് ഇന്ന് പ്രതികാരമില്ലാത്തവരായിട്ട്, വാശിയും വൈരാഗ്യവും ഇല്ലാത്തവരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്ന് വെച്ചാൽ നമ്മുടെ അകൃത്യത്തെ അറിയുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തിൽ എന്ത് നമ്മൾ ചിന്തിക്കുന്നുവെന്ന് ആർക്കറിയാം? കർത്താവിനെ. ഇവിടെ ഇരിക്കുന്ന ആരുടെയും മനസ്സ് എനിക്കറിയത്തില്ല. ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ അവരുടെ മനസ്സ് എനിക്ക് വായിക്കുവാനായിട്ട് അറിയില്ല. പക്ഷേ ഇവിടെ നടുവിലായിരിക്കുന്ന കർത്താവിന് നമ്മുടെ എല്ലാവരുടെയും ചിന്തകളെ അറിയുവാൻ സാധിക്കും. നമ്മുടെ ചിന്തകളെ അറിയുവാൻ സാധിക്കും കർത്താവ്. നമ്മുടെ ചിന്തകളെ പോലും ദൂരത്ത് നിന്ന് അറിയുന്നുവെന്നാണ് ദാവീദ് 130 സങ്കീർത്തനത്തിൽ പറയുന്നത്. അവിടെ നോക്കണം, ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ കർത്താവേ നീ എല്ലാം അറിയുന്ന കർത്താവ്. അതുകൊണ്ടാണ് അവിടെ ചെറുതായിരുന്നു ശബരിക്കാർ സ്ത്രീയെ പാത്രം അവിടെ വെച്ചിട്ട് എവിടേക്ക് പോയി? പട്ടണത്തിൽ പോയിട്ട് പറഞ്ഞ കാര്യമില്ല. വേഴ്സ് 29 നമ്മൾ വായിക്കുന്നു, എന്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞ ഒരു കർത്താവിനെ ഞാൻ കാണിച്ചു തരാം. അവിടെ കാണാൻ സാധിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്കിനറിയാമോ? ഞാൻ നിന്റെ ജീവിതത്തെ അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് യേശു ക്രിസ്തു അവരുടെ ജീവിതത്തെ വ്യക്തമായി കാണിച്ചു കൊടുത്തിരുന്നപ്പോൾ കർത്താവ് പറയുകയാണ്, കർത്താവിന്റെ സന്നിധിയിലേക്ക് അവൾ അവളെ താല്പര്യപ്പിച്ചു കൊടുത്തപ്പോൾ പറയുന്നത്, എന്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായി പറഞ്ഞ ഒരു മശികയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പട്ടണത്തിലുള്ളവരെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തെ അറിയുന്ന കർത്താവിനെ സാക്ഷിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കും? നമ്മുടെ ഇടവകയായി, നമ്മുടെ സഭയായി, ഈ ലോകത്ത് ഈ ദേശത്ത് ആയിരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പായി പറയാൻ സാധിക്കണം, പാപങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുന്നതുമായിരുന്നു. അതുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് വായിക്കുന്നു. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1:9 വായിക്കുന്നു. 1 യോഹന്നാൻ 1:9 വായിക്കുന്നു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കാത്തപ്പോഴും വിശ്വസ്തനും നീതിമാനുമാണ്. എന്ത് ചെയ്യണം? We should confess our sins. നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. പാപങ്ങളെ ഏറ്റുപറയാത്തവർക്ക് പാപക്ഷമ പ്രാപിക്കുന്നില്ല. ഞാൻ പറയുന്നത് വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് വരുമ്പോൾ കുംഭസാരത്തിന്റെ പ്രാർത്ഥന ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ ഏറ്റുപറയുന്നത് അല്ല പ്രാർത്ഥന. പിന്നെ ഒന്നേരോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നേക്കാവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിന്റെ കഴുകൽ പ്രാപിച്ചുകൊണ്ട് ഒരു വിശുദ്ധനായി ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു വിശുദ്ധി ദൈവം കേൾക്കുന്നത്, കർത്താവ് പ്രതീക്ഷിക്കുന്നത് എല്ലായ്പ്പോഴും ഞായറാഴ്ച മാത്രമുള്ള വിശുദ്ധിയല്ല, പിന്നെയോ എല്ലാ ദിവസവും നമ്മളായിരിക്കണം വിശുദ്ധരായിരിക്കണം. വല്ലപ്പോഴുള്ള വിശുദ്ധിയല്ല, സീസണൽ വിശുദ്ധരുണ്ട് ഇല്ലേ? പലപ്പോഴും സീസണലായിട്ട് ഭക്തിയുള്ളതായിട്ടുള്ള ആളുകളുണ്ട്. അതിനെക്കുറിച്ച് ഒരാൾ കാണുന്നിങ്ങനെയാണ്, ടുഡേസ് ക്രിസ്ത്യൻസ് ആർ ദ ECG ക്രിസ്ത്യൻസ്. അപ്പോൾ ECG ക്രിസ്ത്യൻ, അപ്പോൾ അത് മെഡിക്കൽ ടേമാണ് ECG. അപ്പോൾ അവരുടെ എന്താ ECG ക്രിസ്ത്യൻ? അപ്പോൾ അവർ 3 പ്രാവശ്യം പള്ളി വരും. ഈസ്റ്ററിന് വരും, ക്രിസ്മസിന് വരും, പിന്നെ എന്താ പറയുക ഗുഡ് ഫ്രൈഡേ വരും. അതാണ് ECG ക്രിസ്ത്യൻസ്. ഈസ്റ്ററിന് വരും, കാരണം യേശു ഉയർത്തെഴുന്നേറ്റത്. പിന്നെ ക്രിസ്മസിന് വരും, അതിനടിച്ചു കൊടുക്കാനായിട്ട് ക്രിസ്മസിന് വരും, പിന്നെ ഗുഡ് ഫ്രൈഡേ വരും. അപ്പോൾ ECG ക്രിസ്ത്യൻസ് ആണ്. സീസണൽ ഫെയ്ത്ത് അങ്ങനെയല്ല വേദോസ് പഠിപ്പിക്കുന്നത്. വേദോസ് പഠിപ്പിക്കുന്നത് നമ്മൾ ഭക്തരാണെങ്കിൽ എന്നും ഭക്തരായിരിക്കണം, എന്നും വിശുദ്ധരായിരിക്കണം. ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ വഹിക്കുന്നവരാണെങ്കിൽ we are the Christians. എന്താ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ യേശു വസിക്കുന്നവരാണ് ക്രിസ്ത്യാനി. ഒരുവനിൽ യേശു വസിക്കുമ്പോൾ അവൻ ക്രിസ്ത്യാനിയാകുന്നു. Those who are imitating Jesus, they are called Christians. യേശു ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിന്റെ സ്വഭാവം ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലൂടെ ടെസ്റ്റിമണി എങ്ങനെ ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കും? കർത്താവ് നമ്മളുടെ ജീവിതത്തിന്റെ ഉള്ള അവസ്ഥ അറിയുന്ന ദൈവമാണ്, നമ്മുടെ സാക്ഷ്യത്തെ അറിയുന്ന ദൈവമാണ്. അനേകരോട് കർത്താവിനെ അറിയാൻ സാധിക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ അവരുടെ അകൃത്യം അറിയുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. chapter 5 verse 5 and 6. John chapter 5 verse 5 and 6. പഠനം വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ബെഥസ്ദ കുളക്കരയിലേക്ക് വരികയാണ്. യേശു ക്രിസ്തു എന്ത് അറിയുന്നു? അഞ്ചാമത്തെ കാര്യം പറയുന്നത് യേശു ക്രിസ്തു നമ്മുടെ ഫിസിക്കൽ ഇൽനെസ്സിനെ അറിയുന്ന ദൈവമാണ്. യേശു ക്രിസ്തു നമ്മുടെ ആരോഗ്യ സ്ഥിതി അറിയുന്നവരാണ്. അവർ ഫിസിക്കൽ സ്റ്റാറ്റസ്, ഹി നോസ് അവർ ഫിസിക്കൽ സ്റ്റാറ്റസ്. ഇവിടെ ഇരിക്കുന്ന പലരും ശാരീരികമായ ക്ഷീണമുള്ളവരാണ് ഇല്ലേ? പക്ഷെ ഒരു കാര്യം പറയാം, യേശുവിന് നമ്മുടെ അവസ്ഥ അറിയാം. ഇവിടെ വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു താൻ ആയിരിക്കുന്ന അവസ്ഥ അറിഞ്ഞിട്ട്
for the last 38 years. കഴിഞ്ഞ 38 വർഷമായി ഒരേ കുളക്കരയിൽ കിടക്കുന്ന ആ മനുഷ്യനോട് കർത്താവായ യേശു ക്രിസ്തു ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാമോ? Do you want to be made well? നിനക്ക് സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഇത് ചോദ്യമല്ലേ? എന്തിനാണ് അവിടെ കിടക്കുന്നത്? സൗഖ്യം. പക്ഷേ കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? കാരണം എന്നറിയാമോ? അവൻ കഴിഞ്ഞ 38 വർഷമായിട്ട് കിടക്കുന്നത് എവിടെയാ? യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ദ കുളക്കരയിൽ. ഈ മൂന്ന് പേരൊന്ന് ശ്രദ്ധിച്ച്, എവിടെയാ കിടക്കുന്നത്? യെരൂശലേമിലാണ്. യെരൂശലേമിൽ ദേവാലയമുണ്ട്, യെരൂശലേമിൽ ഭക്തന്മാരുടെ സംഘമുണ്ട്, യെരൂശലേമിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്. ആ യെരൂശലേമിലാണ് കഴിഞ്ഞ 38 വർഷമായിട്ട് ഈ രോഗിയായ മനുഷ്യൻ കിടക്കുന്നത്. ആരും അവനെ കണ്ടില്ല. പിന്നെ കിടക്കുന്നത് എവിടെയാ? ബെഥസ്ദ, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ആട്ടുവാതിൽക്കൽ. അറിയാലോ, ജെറുസലേം സിറ്റിക്ക് there are so many walls. ആ വാളിന് ഒന്നിന്റെ പേരാണ് ആട്ടുവാതിൽ, ഷീപ്പ് വാൾ. ആട്ടുവാതിൽ എന്ന് പറയുന്നത് എന്താ പറയുക? ആടുകളുടെ യാഗം കഴിക്കുവാനായിട്ട് ദേവാലയത്തിന് ആ വെളിയിലേക്ക് കൊണ്ടുപോകുന്ന ആ വഴിക്കാണ് ഈ ആട്ടുവാതിൽ എന്ന് പറയുന്നത്. അപ്പൊ ചിന്തിച്ചു നോക്കിയേ, യെരൂശലേമിലാണ് കിടക്കുന്നത്. കഴിഞ്ഞ 38 വർഷമായിട്ട് അനേകം ആളുകൾ ആടിനെ കൊണ്ടുപോയി സൗഖ്യം പ്രാപിച്ച് അല്ലെങ്കിൽ യാഗം നടത്തി അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുന്നത് അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവൻ സൗഖ്യം കിട്ടിയിട്ടില്ല. പിന്നെ കിടക്കുന്നത് എവിടെയാണ്? ബെഥസ്ദ. ബെഥസ്ദയുടെ വാക്കിനർത്ഥം കരുണയുടെ ഭവനമാണ്. കരുണയുടെ ഭവനമായിരിക്കുന്ന ബെഥസ്ദയാണ് കിടക്കുക. ബെഥസ്ദ കുളക്കരയിൽ യെരൂശലേമിൽ ആട്ടുവാതിൽക്കലായിരുന്നിട്ടും കഴിഞ്ഞ 38 വർഷമായിട്ട് അവന് സൗഖ്യമില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, എത്രയോ ആളുകൾ അവനെ കണ്ടു, എത്രയോ ആളുകൾ അവനെ മനസ്സിലാക്കി. നമ്മൾ ഓർക്കണമേ, ആ സ്ഥലത്തേക്ക് യേശു ചോദിക്കുകയാണ്, എനിക്ക് നിന്നെ അറിയാൻ കേട്ടോ, ഞാൻ നിന്റെ അവസ്ഥ അറിയുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സിലാക്കും. അതൊക്കെയാണ്. അയ്യോ, ഇത്രയും നാളായിട്ട് ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. അത് പറഞ്ഞറിയോ? കർത്താവേ, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ മറുപടി ഇല്ല. സൗഖ്യമാകാൻ മനസ്സെന്ന് ചോദിച്ചപ്പോൾ അത് പറയുകയാണ്, എനിക്ക് മനസ്സിൽ കിട്ടിയിട്ടല്ല, പക്ഷെ എന്നെ സൗഖ്യമാക്കുവാൻ, എന്നെ ഈ വെള്ളത്തിലേക്ക് ഇറക്കുവാനായിട്ട് എനിക്ക് ആരുമില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ആരോഗ്യസ്ഥിതിയിൽ രോഗം വരുമ്പോൾ ഉപേക്ഷിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് വ്യക്തമായിട്ട് ഓർക്കണം. ഞാൻ പറയുന്നത്, ഇന്ന് സമൂഹത്തിൽ എത്രയോ അങ്ങനെയുള്ളതായ കുടുംബങ്ങളെ വ്യക്തികളെ കാണാൻ സാധിക്കും. അറിയാം, ആരോഗ്യമുള്ളപ്പോൾ വളരെ ഇഷ്ടമാണ്. ആരോഗ്യമില്ലാതെ ആരോഗ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ, രോഗമായി കഴിയുമ്പോൾ, ഒരു പ്രയോജനമില്ലാത്ത വ്യക്തിയായി മാറി കഴിയുമ്പോൾ, എന്തിനായി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന സമൂഹത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. വേദോസം പഠിപ്പിക്കുന്നു, ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്റെ അവസ്ഥ അറിയുന്നു, ഞാൻ നിന്റെ രോഗം അറിയുന്നു, ഞാൻ നിന്റെ അവസ്ഥ അറിഞ്ഞ് നിന്നെ സൗഖ്യമാക്കുവാനായിട്ട് ഞാൻ മതിയായിരുന്നു. നമുക്കറിയാമല്ലോ, രോഗചികിത്സ എന്ന് പറയുന്നത് കർത്താവ് രോഗത്തെ അറിഞ്ഞാണ് ചികിത്സിക്കുന്നത്. അങ്ങനെയെങ്കിൽ അനേകർ ഇന്ന് ഈ നാളുകളിൽ യേശുവിനെ അറിയാതെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, രോഗികളായി ജീവിക്കുമ്പോൾ, എത്രയോ ആളുകൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ച മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു മർത്തോമ വിശ്വാസി, അദ്ദേഹം വളരെ രോഗിയായിട്ട് ചില നാളുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെ വളരെ വേദനകളും പ്രയാസങ്ങളും കുടുംബത്തിൻ്റെ പശ്ചാത്തലവും ഒത്തിരി വേദനകളെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അവസാനിപ്പിച്ചു. അത് എഴുതി വെച്ചിരിക്കുകയാണ്, എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യ, എനിക്ക് ഈ കഷ്ടത അനുഭവിക്കാൻ വയ്യ. എന്തിനറിയാമോ? ജീവിതത്തെ അവസാനിപ്പിച്ചു. ഞാൻ പറയട്ടെ, എത്ര കുടുംബങ്ങൾ, എത്ര വ്യക്തികൾ രോഗം ബാധിച്ച്, പ്രതിസന്ധികൾ ബാധിച്ച്, അവരെ സഹായിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആത്മഹത്യയുടെ വക്കിലേക്ക് കടന്നു പോകുമ്പോൾ, ഞാൻ പറയട്ടെ, നമ്മെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയുന്ന കർത്താവുണ്ട്. ആരും നമ്മെ അറിഞ്ഞില്ലെങ്കിലും, 38 വർഷമായിട്ട് ഇവരെ ആരും കണ്ടില്ല കേട്ടോ. പക്ഷേ അറിയേണ്ടവൻ അവനെ അറിയുവാൻ അവൻ അടുക്കിലേക്ക് വന്നപ്പോൾ ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സിലാക്കും. വായിക്കുന്നതിന് അറിയാമോ? അവൻ കിടക്കെടുത്ത് വീട്ടിലേക്ക് പോവുകയാണ്. എത്ര സന്തോഷമായി, എത്ര സമാധാനം ഉണ്ടായി. കാരണം അറിയാമോ, അവനെ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മളെ സൗഖ്യത്തിനായി വിളിക്കുകയാണ്. യേശു നമ്മെ സൗഖ്യത്തിനായി വിളിക്കുകയാണ്. പാപരോഗത്തിന്റെ സൗഖ്യം തരുവാൻ യേശു നമ്മെ വിളിക്കുകയാണ്. നമുക്കൊരു സൗഖ്യം ആവശ്യമാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു പറയുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. നമ്മുടെ പുറപ്പാട് 15 വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. I am that I am എന്ന് യേശു ക്രിസ്തു പറഞ്ഞുവെങ്കിൽ, ആ കർത്താവായ യേശു ക്രിസ്തു ഞാനാകുന്നവൻ പറഞ്ഞ് നമ്മോട് കൂടെ
ഇന്ന് രാത്രി ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ തന്നെ നമ്മളിന്ന് ചിന്തിക്കുന്നത് ഈ നോസ് എവരിതിങ്. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, അവൻ ആളുകളെ അറിയുന്ന ദൈവമാണ്. 2, അവൻ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാണ്. 3, അവൻ നമ്മുടെ ആത്മീയ സ്ഥിതി അറിയുന്നവനാണ്. 4, അവൻ നമ്മുടെ അകൃത്യങ്ങളെ അറിയുന്നവനാണ്. 5, അവൻ നമ്മുടെ ആരോഗ്യ സ്ഥിതി അറിയുന്നവനാണ്. നല്ലൊരു ചോദ്യം ചോദിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. John chapter 21 verse 17. ആ വാക്യത്തോടെ ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ. അപ്പോസ്തലനായ പത്രോസിനോട് കർത്താവായ യേശു ചോദിക്കുന്നു, "Do you love me more than this?" ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. പശ്ചാത്തലത്തിലേക്ക് പോകില്ല. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു തിബരിയാസ് കടൽക്കരയിൽ വെച്ച് പത്രോസിനെ അത്ഭുതം കാണിച്ച് വറുത്ത മീൻ കൊടുത്ത് ആ അപ്പമൊക്കെ കഴിച്ചിട്ട് അതിന് ശേഷമായി പത്രോസിനോട് ചോദിക്കുകയാണ്, "പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു?" എന്താ പത്രോസ് പറഞ്ഞത്? "ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു." 3 പ്രാവശ്യം ചോദിച്ചു. 3-ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ പറയുകയാണ്, "You know everything." കർത്താവേ, നീ സകലതും അറിയുന്നു. You know everything. കർത്താവേ, നീ അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നിനക്കറിയാം. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നെ അറിയുന്ന ദൈവമാണ്. നമ്മൾ ഓർക്കണമേ, നമ്മുടെ പരാജയങ്ങളെ നമ്മൾ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളെ അറിയുന്ന കർത്താവ് നമ്മോട് ചോദിക്കുന്നു, നമുക്ക് കർത്താവിനെ അറിയുവാനായിട്ട് സാധിക്കുന്നു. യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്തെ നമ്മൾ നോക്കുമ്പോൾ, ആ രക്തത്തിന്റെ മറുപടിയായി അവൻ നമ്മളെ തിരഞ്ഞെടുത്ത് കർത്താവിന്റെ മക്കളാക്കി അവൻ നമ്മളെ ലോകത്തിൽ നിർത്തിയിരിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ, കർത്താവേ, നീ എന്നെ ആഴമായി സ്നേഹിച്ചതുപോലെ എനിക്കും നിന്നെ ആഴമായി സ്നേഹിക്കുവാൻ സാധിക്കും. അതേ കർത്താവേ, ഞാൻ എല്ലാറ്റിലും ഉപരിയായി നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കും. Yes Lord, I love you more than this. ഞാൻ ഇവയിൽ അധികമായിട്ട് എല്ലാറ്റിലും ഉപരിയായി എൻ്റെ വള്ളത്തേക്കാൾ, എൻ്റെ വലയേക്കാൾ, എൻ്റെ തൊഴിലിനേക്കാൾ, എൻ്റെ മീൻപിടുത്തത്തേക്കാൾ, എൻ്റെ ബുദ്ധിയേക്കാൾ, എൻ്റെ സുഖത്തിനേക്കാൾ അധികമായി Yes Lord, I love you എന്ന് പറയാൻ സാധിക്കും. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന ഒരനുഭവം. ഇവിടെ ഇതാ പത്രോസ് പറയുകയാണ്, "You know everything." കാരണം എല്ലാം അറിയുന്ന കർത്താവ് ചോദിച്ചത്, "Do you love me more than this?" ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇല്ലെന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ കർത്താവിന് അറിയാം. ഇന്ന് രാത്രി നമുക്ക് പറയാൻ സാധിക്കുന്നു, നമ്മുടെ ഉള്ളം അറിയുന്ന കർത്താവ്, നമ്മുടെ അവസ്ഥ അറിയുന്ന കർത്താവ് നമ്മൾ ചോദിക്കുന്നു, നമ്മളെ സഹായിക്കുന്ന കർത്താവ് മതിയായ നമ്മളെ ചുറ്റുമുണ്ട്. ഞാൻ രാത്രി പറയട്ടെ, ഈ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ആശ്വാസമാണോ? ഈ കർത്താവിന്റെ വാക്കുകൾ നമുക്ക് ബലമാണോ? എങ്കിൽ നമുക്ക് ഇന്ന് രാത്രി പറയാൻ സാധിക്കും, കർത്താവേ, നീ ആരാധ്യനായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 1-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുന്നു. Hebrews chapter 1 verse 6-ൽ നമ്മൾ വായിക്കുന്നു, ദൂതന്മാർ പോലും ആരാധിക്കുന്ന ആരാധ്യ പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. ആദ്യം പറഞ്ഞു, യേശു ആരാണ്? യേശു നമുക്ക് ആരാണ്? യേശു നമ്മുടെ ജീവിതത്തിൽ എല്ലാമാണ് എന്ന് പറയാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യത്തിൽ നമ്മുടെ പ്രേരണത്തിലുള്ള ചില ചിന്തകൾ പഠിക്കാൻ നമുക്ക് സാധിച്ചല്ലോ. അവിടെ ഞാൻ പറഞ്ഞെങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മൾ മനസ്സിലാക്കിയത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. യേശു ക്രിസ്തു ആദിയും അന്തവും ഇല്ലാത്തവരാണ്. അവൻ ആരംഭകാരനാണ്. അവൻ എല്ലാറ്റിനും ഉപരിയായിട്ട് അരുളപ്പാട് അറിയിക്കുന്നവരാണ്. 1-ാം സംഘത്തിൽ 1-ാം വാക്യത്തിൽ, "ദൈവമേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും." അത് ഈ കർത്താവിനെ വിട്ടുപിരിഞ്ഞുള്ള ജീവിതമല്ല, യേശുവിനോടൊപ്പം ജീവിക്കാൻ സാധിച്ചാൽ ഇവിടെ അന്ത്യത്തോളം കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ സാധിക്കും. ഓരോ മക്കളെ പറഞ്ഞത് അറിയാമോ? ഈ ദൈവം ഇന്നും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ കഴിയുന്ന ദൈവമാണ്. ആ കർത്താവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ നാളിൽ ദൈവത്തിൽ ഒരു ഉത്തമ സാക്ഷിയായിട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാണോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു, നീ എനിക്ക് വേണ്ടി അവനെ ചടക്കപ്പെട്ടു, ഇന്ന് ഉയർന്നതിൽ ജീവിക്കും. കർത്താവേ, ഞാൻ നിന്റെ ഭാഗ്യമായിട്ട് വരാമില്ലേ? ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം, ഒറ്റ നിമിഷം, ഒരു വാക്കിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിനാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കുന്ന ഈ സമയം നമ്മുടെ ഹൃദയങ്ങളെ കാര്യമാക്കിയിട്ടുണ്ട്. കർത്താവ്, എന്നെ അറിയുന്ന കർത്താവ്, നീ മാത്രം ദൈവമായി നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഈ നമ്മുടെ കൺവെൻഷന്റെ 2-ാമത്തെ രാത്രി നമ്മളൊരു ചെറിയ പഠിക്കുമ്പോൾ, യേശു ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതെ, നമ്മുടെ ജീവിതത്തിൽ ഈ യേശു ആരാണ്? അവരെല്ലാമായി കണ്ടുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവേ, നീ എല്ലാമാണ്, നീ എൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട്, യെസ് ലോർഡ്, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, നമുക്ക് ഒരു നിമിഷം തീരുമാനമെടുക്കാം.
അത് ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തുതി പിതാവേ, ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം, ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. കർത്താവേ, നീ എല്ലാമായി ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. എല്ലാവരെയൊക്കെ ഉപരിയായി അവിടെ ഞങ്ങളെ അറിയുന്നവരോട് സ്തോത്രം. ലോകം ഞങ്ങളെ അറിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ ഞങ്ങളെ അറിഞ്ഞില്ലായെങ്കിലും ഞങ്ങൾ വേദനകളിലും ഭാരങ്ങളിൽ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ്, ഞങ്ങളുടെ അവസ്ഥകളെ അറിയുന്ന കർത്താവ് ഗർഭത്തിലുള്ളതിനായിട്ട് നമുക്ക് സ്തുതിക്കുന്നു. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കൃപയിൽ സൂക്ഷിക്കണമേ. പ്രാർത്ഥനകളായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Is the same yesterday, today, and forever. He is unchanging, and knowing that He is an unchanging God means a lot to us. It should mean a lot to us. And there was one time when Jesus asked His disciples, "Who do you say I am?" And it was a tricky question for them. It's a tricky question for all of us. Knowing Jesus is the key to having abundant life. It's the key to having a victorious life. Obviously, we must know who He is. But we all know that John, in his first letter, he said that we don't love Christ on our own. We love Him because He first loved us. We know Him because He first knew us. And so, an interesting thing that was revealed to us through this message is, before we can say who Jesus is, we must understand, what does Jesus know of us? And with this understanding, there are 5 things that Jesus knows about us. And the first thing is this, comes from, this is a walk through the first 5 chapters of John. He knows all about us. He knows us as a person. Before Nathanael knew about who Jesus was, Jesus knew Nathanael. And the second idea is that He knows all of our needs. He knew the needs that were present in that wedding feast at Cana, and He provided for them. The third idea is that He knows our spiritual status. He understood what Nicodemus's true spiritual age was, and He was able to address him correctly, properly. The fourth idea is that He knows our sinfulness. He understood the wrong choices, the mistakes that the Samaritan woman had made. But that was not enough for Him to leave her. His knowing was the proof of His love. And the fifth thing is that He knows about our physical condition. He knew about the man who had been there for so many years, laying there by this pool. He knows our physical condition. To say that He knows our person, it is a beautiful idea. I think everyone, there's an interesting book that I had read a while back by a PhD, a psychiatrist who's also a Christian, Paul Tournier. And he says that one of the basic struggles of all humans is the struggle of loneliness. We feel as though no one truly understands us. Many people get married for this reason, hoping that the other person will one day know us and satisfy that need within us. Other people look to other things in order to find this sort of satisfaction. But there is really only one person who knows us. And His knowing us is an intimate knowledge of us. While we were in the womb, He knew Jeremiah. He knows who we are. And knowing this helps us to love Him more, helps us to know Him more, because He knows us intimately. The idea that He knows every need of ours means that there is never a time when we will be without His provisions. You know the phrase Jehovah Jireh. Unfortunately mispronounced. It's better in Malayalam. Jehovah Jireh. Right? God is our provider. He gives us what we need when we need it. There was a lacking in the Feast of Cana. And that lacking needed to happen so that at the right time, the need could be provided for. Knowing that our God understands our needs makes it so much easier to trust Him, so much easier to love Him back. The idea that we should not be anxious about everything, anything. Philippians chapter 4, verse 6 and 7. Do not be anxious about anything, but in everything, what? Submit.
do not be anxious about anything, but in everything, in prayer and petition and thanksgiving, submit your requests to God. And the peace of God, which transcends all understanding, will guard your hearts and your minds in Christ Jesus. Knowing that He knows our needs means I can go to Him for everything. The third idea is that He knows our spiritual status. He knows our hearts. There is no hiding for Him. There is no place for hypocrisy in front of Him. And I would add one more thing is, since He knows our spiritual status, our spiritual age, you can rest assured that He will never test you beyond what you can handle. He is not someone who is out to trip you. He is not someone who is out to see if you will fail. He knows where you are at. He knows if you are young in Christ, and He knows if you are mature in Christ, and He will give you the things at the right time, the challenges, the tests that help you to grow accordingly. He knows your spiritual status. He knows your sinfulness, which is an idea that means there is no way that we can pretend that we are any better than we are before Him. And moreover, it is a great relief to know that my God knows my sinfulness. Because in the midst of my sinfulness is when He's accepting me. If my God did not know of my sinfulness, I would forever be scared that He would one day find out who I really am, and He might abandon me. But He knows our sinfulness, and He tells us, go and sin no more. And so that is what enables the Samaritan woman to be a great witness for Him. And He knows our physical condition. He knows what we go through in life. He knows the stress that we are under. He knows the weariness that we endure. And He, knowing these things, gives us the energy that we need. Knowing that God knows us means that we can say, we can answer the question, do you love me more than these? Yes. Yes, we can say that we do love Him because He knows everything about us. But thank you for sharing with us this beautiful key in order to understand what abundant life is, knowing Christ, knowing that He knows us. Thank you. So at this time, the choir will lead us in a song, at which time the offertory shall be taken. നിന്റെ സന്നിധിയിൽ വന്ന് നിന്റെ വചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. സ്തോത്രം. ഞങ്ങളെ ഉള്ള അവസ്ഥയിൽ അറിയുന്ന ദൈവം നീയായ സ്തോത്രം.
ഞങ്ങളെ ഓരോരുത്തരും നീ പേര് ചൊല്ലി വിളിക്കുന്നു, ഞങ്ങളെ അറിയുന്നു. ഞങ്ങളുടെ ശാരീരികമായ അവസ്ഥ, ഞങ്ങളുടെ ആത്മീയമായ അവസ്ഥ, അത് മാത്രമല്ല ഞങ്ങളുടെ കുറ്റങ്ങൾ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ ബലഹീനത എല്ലാമായിരുന്ന കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, രാവിലെ പ്രാർത്ഥനയും സ്തോത്രത്തോടെ നിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ ഞങ്ങളെ തുടർന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസനത്തോടെ ഞങ്ങളെ വിശ്വാസത്തോടെ കഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, എന്റെ ദാസനെ തുടർന്നതിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂടുതലായി ശക്തിയോടെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ വ്യാപരിച്ചതുപോലെ നാളെ കൃഷികളുടെ സന്നിധി ശുശ്രൂഷയുടെ നിത്യജീവന്റെ അവകാശികളായിരിക്കുവാൻ അനുഭവങ്ങളായിരിക്കാൻ എന്റെ സന്ധിയിൽ സമർപ്പിച്ച സമർപ്പിച്ച സ്വീകരിച്ചു സമർപ്പിച്ച ഞങ്ങളെ ഓരോരുത്തരെയും നാളത്തെ ശുശ്രൂഷിക്കുന്ന നന്ദി മറ്റേ ആഗ്രഹത്തിൽ സാധനമുണ്ടായി അവരെ ക്രിസ്തുവിൽ നിത്യജീവൻ അനുഭവിച്ചു കർത്താവിനെ ജീവിതം സഹായിച്ചു.